ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നിഷ അവിടേക്ക് വരികയാണ്, ആ റെസ്റ്റോറൻറ്റിലേക്ക്. തൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടോ എന്നറിയാനുള്ള ഒരു ആകാംക്ഷയിൽ വരികയാണ്. അപ്പോഴാണ് താഴോട്ട് ഇറങ്ങി വരുന്നത് മനോഹറും അതുപോലെ സരയും. അവർ ആ ഹോട്ടലിലെ ഭക്ഷണത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. നല്ല ഭക്ഷണമാണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ പെട്ടെന്ന് മനോഹർ നിഷയെ കാണുന്നുണ്ട്. അപ്പോൾ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് പറ്റി മനുവേട്ടാ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, എൻ്റെ വയറിന് എന്തോ ഒരു സുഖമില്ല, ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം, മോൾ ഇവിടെ ഇരിക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മനോഹർ സരവിനെ അവിടെ ഇരുത്തിയിട്ട് മനോഹർ നേരെ ഓട്ടിപ്പോവുകയാണ്. എവിടേക്കൊന്നും ഇല്ലാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിഷ നേരെ കയറി പോവുകയും ചെയ്യുന്നുണ്ട് മുകളിലോട്ട്. ആ സമയത്ത് മനോഹർ നേരെ അങ്ങോട്ടോ ഇങ്ങോട്ടൊന്നുമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു റൂമിലേക്കാണ് ചെന്ന് കയറുന്നത്. അപ്പോൾ ആ റൂമിൽ ഒരു ഭാര്യയും ഭർത്താവും താമസിക്കുന്ന റൂമായിരുന്നു. ഭർത്താവ് പുറത്തു പോയിരിക്കുകയായിരുന്നു, ഭാര്യയാണെങ്കിൽ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നേരെ ആ വാതിൽ ശരിക്കും ലോക്ക് ചെയ്തിട്ടുണ്ടാവില്ല, നേരെ പുറംതിരിഞ്ഞ് നേരെ വരികയും അതുപോലെ മലർന്നടിച്ച് വീഴുകയും ആ ബെഡിലേക്ക് മലർന്നടിച്ച് വീഴുകയും ചെയ്യുകയാണ് മനോഹർ. അപ്പോൾ തണ്ടലൊക്കെ ഇങ്ങനെ ഒന്ന് വേദന എടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ചുറ്റിനും ഇങ്ങനെ നോക്കിയതിന് ശേഷം വേഗം തന്നെ മനോഹർ അവിടെ നിന്നും എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് നേരെ നോക്കുമ്പോൾ അവിടെ ഒരു മാക്സി ഹാങ്കറിൽ തൂക്കിയിട്ടിരിക്കുന്നത് കാണുന്നുണ്ട്. അങ്ങനെ ആ മാക്സി എടുത്ത് മനോഹർ ധരിക്കുന്നുണ്ട്. മാക്സി അങ്ങനെ ധരിച്ച് നിൽക്കുമ്പോൾ അതാ ആ പെണ്ണ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ മാക്സി ഇട്ട് നിൽക്കുന്ന ആളെ കാണുമ്പോൾ ആരാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഭർത്താവിനെ സംശയിക്കുകയാണ് ആ സ്ത്രീ. ഞാൻ ബാത്റൂമിൽ കയറിയപ്പോൾ ഇവിടെ ആരെങ്കിലും വിളിച്ചു വരുത്തിയതായിരിക്കും എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ മനോഹർ തിരിയുമ്പോൾ കാണുന്നത് താടിയും മീശയൊക്കെ വെച്ചിട്ടിട്ട് ഒരു ആണിനെയാണ്. ഇതാരാ എന്ന് ചോദിക്കുന്നുണ്ട്. അയ്യോ എന്ന് പറഞ്ഞിങ്ങനെ ഒച്ചെടുക്കുമ്പോൾ മനോഹർ നേരെ ഓടി വന്നിട്ട് ആ പെണ്ണിൻ്റെ വായ പൊത്തുകയാണ്. അയ്യോ ചതിക്കില്ലേ, ഒന്നും മിണ്ടല്ലേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ആ സമയത്ത് തന്നെ അവിടേക്ക് ആ പെണ്ണിൻ്റെ ഭർത്താവും വന്ന് കയറുകയാണ്. എടി, ഞാൻ പുറത്തു പോയ സമയം നോക്കി നീ ആണുങ്ങളെ വിളിച്ച് കയറ്റിയല്ലേ എന്നും പറഞ്ഞിട്ട് ഭാര്യയെ സംശയിച്ചു തുടങ്ങി. അങ്ങനെ മനോഹറിന് നല്ല ഇടിയിടിക്കുന്നുണ്ട്. മനോഹർ അവരുടെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. നിനക്ക് ഞാൻ വന്നിട്ട് തരാടി എന്ന് പറഞ്ഞ് മനോഹറിന്റെ പുറകെയായിട്ട് ആ പെണ്ണിന്റെ ഭർത്താവും ഓടിപ്പോവുകയാണ്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ നിഷ റെസ്റ്റോറൻറ്റിലേക്ക് കടന്നു ചെന്നിട്ട് അവിടെയൊക്കെ ചുറ്റിലും നോക്കുകയാണ്. അവിടെ ആരെയും കാണുന്നില്ല. അപ്പോൾ അവിടുത്തെ ആൾ ചോദിക്കുന്നുണ്ട്, എന്തോ മേഡം എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ ഒരാളെ നോക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞ് തിരികെ ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മനോഹർ ഒരു പ്രാവശ്യം വീണ്ടും നിഷയെ കാണുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കുകയാണ്, സ്റ്റെപ്പിൻ്റെ അടിയിൽ ഇങ്ങനെ ഒളിച്ചിരിക്കാൻ നിഷ ഇറങ്ങി വരുമ്പോൾ അങ്ങനെ നിഷ നേരെ തൻ്റെ സ്കൂട്ടിയും എടുത്ത് അവിടെ നിന്നും പോകുന്നുണ്ട്. അപ്പോൾ സരയു കാണുന്നുണ്ട്. പക്ഷേ സരയു വിളിക്കാനൊന്നും നിൽക്കുന്നില്ല. അതേ സമയത്ത് മനോഹർ നേരെ സരയുവിൻ്റെ മുന്നിലൂടെ തന്നെ, സരയു പുസ്തകവും വായിച്ചിരിക്കുകയായിരിക്കും, അങ്ങനെ മുന്നിലൂടെ കൈ മറഞ്ഞ് മാക്സിട്ട് ഒരാളെ കാണുമ്പോൾ ശരിക്കും സരയു അങ്ങനെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല. അങ്ങനെ ഓടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ ഒളിക്കാനായി നോക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് അവിടെ ഒരാൾ ഫോൺ ചെയ്ത് നിൽക്കുന്നുണ്ടാവും കുറേ വണ്ടികളുടെ ഇടയിലായിട്ട്. അപ്പോൾ ഒരു 2 വീലറിൽ ഒരു ഹെൽമെറ്റ് ഇരിക്കണ കാണുമ്പോൾ മനോഹർ അതെടുത്ത് തലയിൽ ഇടുകയും ചെയ്യുന്നുണ്ട്, തന്നെ ആരും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആളുടെ ഹെൽമെറ്റ് ആയിരുന്നു അത്. അയാൾ പറയാണ്, എൻ്റെ ഹെൽമെറ്റും കൊണ്ട് ഓടുന്നു എന്ന് പറഞ്ഞിട്ട് അയാളും മനോഹറിൻ്റെ പുറകെ ഓടുകയാണ്. അങ്ങനെ മനോഹർ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒളിച്ചു. ആ സമയത്ത് ആ സ്ത്രീയുടെ ഭർത്താവും അവിടേക്ക് ഓടി വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഒരാൾ ഇവിടേക്ക് ഓടി വന്നായിരുന്നു ഒരു മാക്സി ഇട്ടിട്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെ, അയാൾ എൻ്റെ ഹെൽമെറ്റും എടുത്തിട്ടാണ് ഇങ്ങോട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ അത് പെണ്ണല്ല, അത് ആണാണെന്ന് പറയുന്നുണ്ട്. ആണോ എന്ന് ചോദിച്ചു. അങ്ങനെ അവർ അവിടെ തിരയുമ്പോൾ ഒടുവിൽ മനോഹറിനെ കയ്യിൽ കിട്ടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മനോഹറിനെ രണ്ടുപേരും ചേർന്ന് നല്ല ഇടിയിടിക്കുന്നുണ്ട്. അതിനുശേഷം മനോഹർ പറയാണ്, എന്നെ തല്ലല്ലേ, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, ഞാൻ ഒരു പലിശക്കാരനെ കണ്ട് ഓടി കയറിയതാണ് ആ റൂമിലോട്ട്. ആ പലിശക്കാരൻ എൻ്റെ കയ്യിൽ പൈസ കൊടുക്കാനില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് നിങ്ങളുടെ റൂമാണെന്ന് അറിഞ്ഞിട്ടല്ല, നിങ്ങളുടെ ഭാര്യ വിളിച്ചിട്ടുമല്ല, നിങ്ങളുടെ ഭാര്യ നിരപരാധിയാണ്, അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ അവിടെ ഓടിക്കയറിയതാണ്. അപ്പോൾ നിങ്ങൾ എന്തിനാ എൻ്റെ ഹെൽമെറ്റ് എടുത്തതെന്ന് ചോദിക്കുമ്പോൾ ആളെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഞാൻ തലയിൽ നിങ്ങളുടെ ഹെൽമെറ്റ് എടുത്ത് വെച്ചതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നിന്നെ ഇപ്പോൾ തൽക്കാലം ഞാൻ വിടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മനോഹറിനെ വിടുകയും അങ്ങനെ തൽക്കാലത്തിന് രക്ഷപ്പെട്ടു എന്നും പറഞ്ഞ് അവിടെ നിൽക്കുകയാണ് മനോഹർ. അങ്ങനെ ആ ഭർത്താവ് നേരെ ആ ഭാര്യയുടെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, നിന്നോടായിട്ടുള്ള എല്ലാ ബന്ധവും ഇന്നത്തോടെ അവസാനിക്കുകയാണ്, നിൻ്റെ അമ്മയുടെ അച്ഛനോടൊക്കെ ഈ കാര്യം പറയണം, എന്തായാലും വാടി ഇറങ്ങടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനിടയിൽ മനോഹറിൻ്റെ ഒരു ഫോട്ടോ ആ സ്ത്രീയുടെ ഭർത്താവ് എടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം മനോഹർ ആണെങ്കിൽ ഒരു വിധത്തിൽ തൻ്റെ കാറിൽ കയറി ഇരിക്കുകയാണ്.
എന്നിട്ട് പുറക്കെ വേദന എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ സരയു ആണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. മനുവേട്ടൻ പോയിട്ട് കണ്ടില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ മനോഹർ ഫോണിൽ സരയുനെ വിളിച്ചിട്ട് ഞാൻ കാറിലുണ്ട് ഇങ്ങോട്ട് വായു എന്ന് പറയുന്നു. അങ്ങനെ അവർ സരയും മനോഹറും കൂടി കാറിൽ കയറിയിരിക്കുകയും അതുപോലെ തന്നെ അവിടെ നടന്നിട്ട് ഒരു കള്ളനെ ഉണ്ടായിരുന്നു, ആ കള്ളൻ മാക്സിട്ടിട്ട് ഓടി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. താനല്ല മറ്റൊരു കള്ളനാണെന്നുള്ള രീതിയിലൊക്കെ മനോഹർ സംസാരിക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ അവർ രണ്ടുപേരും അവിടെ നിന്നും പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണിയെയാണ്. കല്യാണിയുടെ അമ്മ ദീപ അമ്പലത്തിലേക്ക് പോകാൻ നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് മോള് പോവല്ലേ, അപ്പം അതിന് വേണ്ടിയിട്ട് നല്ല അർച്ചനയൊക്കെ നടത്തണം, പോകുന്ന കാര്യമൊക്കെ നന്നാവാനൊക്കെ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്പലത്തിലേക്ക് പോകാൻ നിൽക്കുകയാണ്. എന്നിട്ട് അമ്മ തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് എനിക്ക് തന്നെ അസൂയായിട്ട് പാടില്ല, കാരണം എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടായിട്ടില്ലല്ലോ, നിന്റെ അച്ഛനാണെങ്കിൽ ഇങ്ങനെയൊക്കെയല്ലേ ആയിരുന്നത്, മോളൊക്കെ ഒരുപാട് ദേഷ്യമല്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ അവസാനിക്കുന്നത്. Okay friends, bye, thank you.